ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 നേന്ത്രപ്പഴം ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി കിടുക്കാച്ചി കേക്ക് ഉണ്ടാക്കിയാലോ? നോക്കാം എങ്ങനെയാണെന്ന്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒരു അര ഗ്ലാസ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് എടുത്തുള്ളത് എല്ലാ അളവും അത് അനുസരിച്ചാണ് എടുത്താൽ മതി. മുട്ടയിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കണം. ഇനി നമ്മൾ ഒരു 3/4 ടീസ്പൂണോളം വാനില പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. വാനില പൗഡർ, വാനില എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വിനാഗിരിയും ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. കാരണം ബേക്കിംഗ് പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. കണ്ടില്ലേ, നന്നായി കുറേ നേരം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് പാല് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസ് പാലും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. 3/4 ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പും കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഈ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അളവ് എടുത്തിട്ടുള്ള ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിലേക്ക് വെച്ച് അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് തീ കത്തി നന്നായിട്ട് നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ നെയ്യിലേക്ക് നമ്മളൊരു 1.5 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ ഇവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള 2 കായ് വലുത്. അത് റൗണ്ടായി മുറിച്ചിട്ടുണ്ട്. അത് ഓരോന്നും നമ്മൾ ഈ നെയ്യിന് മീതെ നെയ്യും പഞ്ചസാരയും മിക്സ് ചെയ്തതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 നേന്ത്രപ്പഴം എടുത്ത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് നന്നായിട്ട് എല്ലാവിടെയും ഒരുപോലെ ഇരിക്കണം. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പഴയ ദോശക്കല്ല് ഞാൻ എടുത്തിട്ടുള്ളത്. പഴയ പാത്രം മതി. അതും കൂടെ വെച്ചിട്ട് അതിന് മീതാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് മീതെ ഈ പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 35 മിനിറ്റോളം നമ്മളതിന് തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നോക്കൂ. ഞാനത് മറിച്ചിട്ടതാണ്. ഇത് അടിഭാഗമാണ് അത് കാണുന്നത്. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കിടുക്കാച്ചി കേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.